നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. പ്രപഞ്ചത്തിൽ എല്ലാത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന ജീവനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ജീവൻ ഒരേ രീതിയിലല്ല നമുക്കൊന്നും അനുഭവപ്പെടുന്നത്. നമ്മൾ നോൺ ലിവിങ് അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയാറുണ്ട്. ജീവനുള്ള വസ്തുക്കൾ എന്ന് വേറെ തരംതിരിക്കാറുണ്ട്. അവയിൽ തന്നെ സസ്യങ്ങളെയും ജീവികളെയും നമ്മൾ വേർതിരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ജീവനുള്ളവ ജീവനില്ലാത്തവ എന്നൊരു തരംതിരിവിന് തന്നെ പ്രാധാന്യമുണ്ടോ? ഇത്തരം വ്യത്യസ്ത രീതിയിലുള്ള ജീവന്റെ പ്രകടമായ രൂപം എന്തുകൊണ്ടാണ് കാണപ്പെടുന്നത്? ജീവൻ എന്നാൽ എന്താണ്? മനുഷ്യനും ജീവനുണ്ട്, കല്ലിനും ജീവനുണ്ട്, മണ്ണിനും ജീവനുണ്ട്, മരയ്ക്കും ജീവനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന മണ്ണിനും കല്ലിനുമൊക്കെയുള്ള ജീവനേയുള്ളൂ മനുഷ്യനും എന്ന ചോദ്യം പ്രസക്തമാണ് വാസ്തവത്തിൽ. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഉത്തരം ഭഗവത്ഗീതയിലുണ്ട് എന്നുകൂടി അറിയാം. ഇപ്പോൾ കൊറോണ നാട്ടിലുടനീളം പിടിപെട്ടിട്ടുണ്ട്. വ്യാപകമായി അത് ജനങ്ങൾക്കൊക്കെ ദോഷമായി വരുന്നുമുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് കൊറോണ പിടിപെട്ടാലും അതിൻ്റെ ഒരു സിംറ്റവും ലക്ഷണവും കാണില്ല. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അതുപോലെ ജീവനുള്ള എല്ലാറ്റിനും ജീവൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊള്ളണം എന്നില്ല. ജീവൻ്റെ തരഭേദം ഉണ്ട്. മണ്ണിനും പാറയ്ക്കും ഒക്കെയുള്ള ജീവൻ ഒരു തലം വരെ എത്തിയ ജീവനാണ്. ഒരു മൺകട്ടയ്ക്ക് അതിൻ്റേതായ ജീവനുണ്ട്, മൺതരിക്ക് അതിൻ്റേതായ ജീവനുമുണ്ട്. മൺതരിക്കുള്ള ജീവനെ അപേക്ഷിച്ച് ഒരു പടി കൂടി കയറിയ ഒരു ജീവനാണ് മൺകട്ടയ്ക്കുള്ളത് എന്നാണ് സാധാരണ പറയാറ്. പാറയ്ക്കാവുമ്പോൾ പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയ ഒരു സുഘടിതമായ ഘടനയുണ്ട് ആ ജീവന്. പക്ഷെ അപ്പോഴൊന്നും ആ ജീവന് ജീവികൾക്കുള്ള ജീവൻ്റെ ലക്ഷണങ്ങൾ ഇല്ല. ജീവികൾക്കുള്ള ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നിടത്തു നിന്നാണ് പാശ്ചാത്യ ശാസ്ത്രം ജീവൻ്റെ ഉറവിടം അല്ലെങ്കിൽ ജീവൻ്റെ പിറവി എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. വേദാന്തശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ഗീതാദർശന പ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ജീവനുണ്ട്. പ്രപഞ്ചത്തിന് മൊത്തമായി ജീവനുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആ മഹാജീവൻ തന്നെയാണ് അടിസ്ഥാനമായി പ്രപഞ്ചത്തിലെ ബലം അല്ലെങ്കിൽ ഊർജം, ഈശം എന്നൊക്കെ പറയുന്നത് എന്നുവരെ അവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. വേണ്ട, നമ്മൾ ഒരു ഘട്ടത്തിൽ ജീവൻ്റെ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് എന്ന് കരുതുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടാവുന്ന ജീവന് പോലും തരഭേദങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം. ഒരു അമീബയ്ക്കുള്ള ജീവനല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മസ്തിഷ്ക പ്രവർത്തനം തുടങ്ങുന്ന ജീവികളിൽ, സസ്തനികളിൽ കാണുന്ന ജീവൻ എന്നർത്ഥം. ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമായി വരികയാണ്. കുറേ കൂടി കഴിഞ്ഞിട്ട് മനുഷ്യൻ എന്ന ഒരു ജീവി പിറക്കുന്നതോടുകൂടി കുറച്ചുകൂടി പുതിയ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ആ മനുഷ്യന് തലച്ചോറിൻ്റെ മുൻതളങ്ങൾ, ഫ്രണ്ടൽ ലോബ്സ് ഉണ്ടായിട്ട് സങ്കല്പശേഷി, ഭാവനാശേഷി കൈവന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ജീവന് വേറെ ഒരു അധികമാനം കൂടി കൈവരുന്നു. ആ അധികമാനത്തിൻ്റെ സഹായത്തോടു കൂടി അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ കേവല ചിന്ത നമ്മൾ ആരംഭിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത്. അതുവരെയുള്ള ജീവൻ്റെ സ്വഭാവത്തിൽ ആ ചിന്തകൾക്കുള്ള അവസരമില്ല, ഉപാധിയില്ല, ഉപകരണവും ഇല്ല. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ ബോധം കുറച്ചുകൂടി വികസിക്കുമ്പോൾ നമ്മൾ ബോധതലം എന്നൊരു തരത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഈ ജീവന് ഒരു അധികമാനം കൂടി കൈവരികയാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ അധികമാനം പിന്നെയും വളർന്ന് നമുക്ക് പുതിയ അവബോധങ്ങളും പുതിയ കഴിവുകളും ജീവന് പ്രകടമായി ലക്ഷണമായി ഉണ്ടായി വരാം എന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ സാധ്യത നമുക്കുള്ള ബോധം വെച്ച് തന്നെ നമുക്ക് ആർജിക്കാൻ കഴിയും എന്നാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. ധ്യാനം കൊണ്ട് അത് നമുക്ക് സാധിക്കാം. കാരണം ജീവൻ്റെ
ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ, അങ്ങേ അറ്റം വരെയുള്ള ലക്ഷണങ്ങൾ മുഴുക്കെ നമ്മുടെ മനസ്സിൽ, ബുദ്ധിയിൽ, മസ്തിഷ്കത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നും അതിനെ ഉണർത്തി എടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നും, അങ്ങനെ ഉണർത്തിയെടുത്ത് നമുക്ക് ഉപകരിക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ബോധം മതിയാവും എന്നും. പക്ഷെ അത് കാര്യകാരണ ചിന്തയല്ല, ബോധ സ്വരൂപത്തിലൂടെയുള്ള യാത്രയാണ് എന്ന് മാത്രം. ബുദ്ധിക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, ബോധത്തിന് മാത്രമാണ് അങ്ങോട്ട് കടക്കാൻ കഴിയുക. ബോധം എന്ന അനുഭൂതിയായിട്ട് മാറിയിട്ട് ആ അനുഭൂതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവൻ്റെ ലക്ഷണങ്ങൾക്ക് അപ്പുറത്ത് കടക്കാനുള്ള ശ്രമം നടത്താൻ കഴിയും എന്ന് ഗീത നമ്മോട് പറയുന്നു. അങ്ങനെ കടന്നു കഴിയുമ്പോൾ നമുക്കുള്ള ജീവലക്ഷണങ്ങൾ നമ്മൾ അന്യത കാണിക്കുന്ന ജീവലക്ഷണങ്ങളായിരിക്കില്ല എന്നുകൂടി ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് സ്ഥിതപ്രജ്ഞർ എന്നും അവധൂതന്മാർ എന്നുമൊക്കെ നമ്മൾ പറയാറ്. റിയലൈസ്ഡ് പീപ്പിൾ എന്ന് പറയും, എലിവേറ്റഡ് പീപ്പിൾ, ഉത്കർഷം നേടിയവർ, ബോധോദയം ഉണ്ടായവർ എന്നൊക്കെ അവർ നമ്മൾ വിശേഷിപ്പിക്കും. അതാണ് ജീവിതത്തിൻ്റെ അടുത്ത പരിവർത്തനമെന്നും ആ വഴിക്ക് നീങ്ങുന്നതാണ് ജീവനെ വികസിപ്പിക്കാനുള്ള പരിശ്രമം എന്നും ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു കളിപ്പാട്ടത്തിന് നീങ്ങാനുള്ള ശേഷിയില്ല. അതിനെ ഉരുട്ടണം, അല്ലെങ്കിൽ ഉന്തണം, അല്ലെങ്കിൽ വലിക്കണം. പുറകെ വരുന്ന ഒരു കളിപ്പാട്ടം അതിന് ചലനശേഷിയുണ്ട്. ഒരു താക്കോല് കൊടുത്താൽ അത് നീങ്ങും. അപ്പോൾ ഈ രണ്ടാമത്തെ കളിപ്പാട്ടം ഒന്നാമത്തേനേക്കാൾ ഭേദമാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ കളിപ്പാട്ടത്തിൽ 2 ബാറ്ററി ഇട്ടിട്ട് ചുമ്മാ കൈ തട്ടിയാൽ അത് നീങ്ങാൻ തുടങ്ങും, പിന്നെ കൈ തട്ടിയാൽ നിൽക്കും എന്നൊരവസ്ഥ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു കളിപ്പാട്ടമാണ് എന്നും ആ കുട്ടിക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും പുതുമകൾ വരുമ്പോൾ, കൂടി വരുമ്പോൾ കളിപ്പാട്ടങ്ങളുടെ ഗ്രേഡ് വർദ്ധിച്ചു വരും. ഇത് വളരെ വളരെ സ്ഥൂലമായ ഒരു ഉപമയാണ്. എങ്കിലും ഒരു മനുഷ്യൻ കുഞ്ഞായി ജനിച്ച് വളർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ബോധത്തിൻ്റെ പരിണാമത്തിന് എവിടെയാണ് നമ്മൾ വിരാമമിടേണ്ടത് എന്ന ചിന്തയ്ക്കാണ് ഇവിടെ പ്രാധാന്യം എന്നർത്ഥം. നമ്മളിപ്പോൾ ബുദ്ധി ഉറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആളുകളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിക്കിട്ടുക എന്നാണ് അർത്ഥം. അങ്ങനെ ഉറച്ചുപോയ ബുദ്ധിയിൽ നിന്ന് കുറച്ചും കൂടി വളരാനുള്ള അവസരങ്ങളുള്ള ഒരു പാതയിലേക്ക് പോവുക എന്നുള്ളത് ചുരുക്കത്തിൽ നമുക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബുദ്ധി ഉറയ്ക്കണമെങ്കിൽ പര്യവതിഷ്ഠതേ എന്ന അവസ്ഥ വരെ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ ആത്മസ്വരൂപത്തിന് അപ്രമേയമായ ഒരു പ്രധാന സ്ഥാനം ലഭിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ആ അവസ്ഥയിൽ അതിയായ ആനന്ദമുണ്ട് എന്ന് ഗീത പറഞ്ഞു തരുന്നു. ആ ആനന്ദം നമുക്ക് ഭൗതികമായി കിട്ടാവുന്ന ഏത് ആനന്ദത്തെക്കാളും മെച്ചപ്പെട്ടതാണ് എന്നുകൂടി ഗീത അടിവരയിട്ട് പറയുന്നു. വേദവ്യാസ മഹർഷി അതിന് അനുഭവ സാക്ഷ്യം എന്ന തെളിവും കൂടി നമുക്ക് തരുന്നു. നമുക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ.